ഹലോ വെൽക്കം ടു ആമിസ് ഫാം. 6th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ട്, ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ഓഫ് എ ഷൈ ആൻഡ് ക്വയറ്റ് ബോയ് ഹു ഹാഡ് ഇൻക്രെഡിബിൾ ടാലൻറ്റ് ദറ്റ് മെയ്ഡ് ഹിം സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ. അപ്പോൾ ഇതിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ഒരു ബോയുടെ ഒരു സ്റ്റോറിയാണ്. ആ ബോയ് എങ്ങനെയാണ് ഷൈ ആൻഡ് ക്വയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര നാണായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒതുങ്ങി ജീവിക്കുന്ന ഒരു കുട്ടി, അതുപോലെ ഭയങ്കര സൈലൻ്റ് ആണ്. ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്കധികം ടാലൻസ്, കഴിവുകൾ ആ കുട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു സ്പെഷ്യൽ കുട്ടിയുടെ ഒരു കഥയാണ് ഇത്. ആ ചാപ്റ്ററിൻ്റെ പേര് ക്രോ ബോയ്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിങ്. അപ്പോൾ വില്ലേജിലാണ് ആ സ്കൂളുള്ളത്. ആ സ്കൂളിൽ ഫസ്റ്റ് ഡേയുടെ അന്ന് അവിടുത്തെ ഒരു കുട്ടീനെ കാണാനുണ്ടായിരുന്നില്ല. ഹി ഹാഡ് ഹിഡൻ ഹിംസെൽഫ് ഇൻ എ സെല്ലർ ഇൻ ദ സ്കൂൾ ഹൗസ്. സെല്ലർ എന്ന് പറയുമ്പോൾ നിലവറയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടച്ചുറപ്പുള്ള ഒരു സ്ഥലത്തെ പറയുന്നു. അപ്പോൾ അവിടെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഹിഡൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് അവൻ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നത്. നൺ ഓഫ് us ന്യൂ ഹിം. ഒരാൾക്കും അവനെ അറിയില്ല. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. ഭയങ്കര ചെറുതാണ്, അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഹി ലുക്ക് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ സ്റ്റുഡൻസ്. ബാക്കിയുള്ള എല്ലാ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഹി ലിവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. ആ മലയുടെ വേറൊരു ഭാഗത്താണ് ആ കുട്ടി താമസിച്ചിരുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് സൈസ് ഹി വാസ് നിക് നെയിംഡ് ചിബി. ചിബി ഓർ ചീബി എന്ന് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യും. അതൊരു ജപ്പാനീസ് ടേമാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് ടൈനി ബോയ്. ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള ആൺകുട്ടികളെ നമ്മൾ വിളിക്കുന്ന ഒരു പേര്. ഇവിടെ നമുക്ക് ആ ഒരു പിക്ചറിൽ എല്ലാ കുട്ടികൾക്കും ഓരോ ബെഞ്ചിലായിട്ട് പെയർ ഉണ്ട്. എന്നാൽ അവിടെ ചിബിക്ക് മാത്രം എന്തില്ല, പെയറില്ല. ഒറ്റയ്ക്കാണ് ലാസ്റ്റ് ബെഞ്ചിൽ. അതും ആ ഒരു വിൻഡോൻ്റെ ഭാഗത്തോട്ട് നോക്കിയിരിക്കുക. ക്ലാസ്സിലെല്ലാ ആളും ലിസൺ ചെയ്യുന്നത്. ദിസ് സ്ട്രെയിഞ്ച് ബോയ് വാസ് ടു സ്കെയർഡ് ഓഫ് അവർ ടീച്ചർ ടു ലേൺ എനിത്തിങ്. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ പേടിയുള്ള. ടീച്ചേഴ്സിനെ ഒരുപാട് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ടു ലേൺ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനും അവൻ എന്താണ്, അതിനും പേടിയാണ്. ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ പേടിയാണ്. ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. ഈ ഒരു ടീച്ചേഴ്സിനെ പേടിയുള്ള പോലെ തന്നെ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ അവന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അവന് ഫ്രണ്ട്സും ഇല്ല. സോ ഹി വാസ് ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. അപ്പോൾ കളിക്കുന്ന സമയത്തായാലും പഠിക്കുന്ന സമയത്തായാലും അവൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് എ ക്ലാസ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ. എപ്പോഴും ക്ലാസ്സിൻ്റെ ബാക്കിലും, എല്ലാവരും ക്ലാസ്സിലിരിക്കുമ്പോൾ അതിൽ ഏറ്റവും ബാക്കിലത്തെ ബെഞ്ചിലായിരിക്കും ചിബി. അത് മാത്രമല്ല, ഒരു ലൈൻ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു അസംബ്ലി ലൈൻ നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഒരു ലൈൻ നിൽക്കുകയാണെങ്കിലും അതിലും ലാസ്റ്റ് പോയിട്ട് നിൽക്കും. ബട്ട് ചിബി ഫൗണ്ട് മെനി വേസ് ടു പാസ് ദ ടൈം ആൻഡ് എമ്യൂസ് ഹിംസെൽഫ്. എമ്യൂസ് എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവന് സമയം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അവൻ അവൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ തുറച്ചു നോക്കുക അല്ലെങ്കിൽ ഉറ്റി നോക്കി നിൽക്കുക. അവൻ എന്താ ചെയ്യുക? ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം. ഒരുപാട് സമയം ആ ഡെസ്കിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. സംടൈം ഹി വുഡ് ലൈക്ക് ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ ഹവേഴ്സ്. ചില സമയത്ത് ഗേസിംഗ് എന്ന് പറഞ്ഞാലും സ്റ്റെയർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ്സ് തന്നെയാണ് വരുന്നത്. സൂക്ഷ്മമായി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ സൂക്ഷ്മമായി നോക്കുക. ഇവിടെ ലൈ എന്നുള്ള വാക്ക് വരുന്നുണ്ട്, LIE. അതിന് ആക്ച്വലി രണ്ട് മീനിങ് ഉണ്ട്. ഫസ്റ്റ് മീനിങ് കിടക്കുക, നമ്മൾ കിടക്കുക. അല്ലെങ്കിൽ രണ്ടാമത്തെ മീനിങ് എന്ന് പറയുന്നത് അത് നമ്മൾ നുണ പറയുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഇവിടെ കിടക്കുക. അപ്പോൾ കിടന്നുകൊണ്ടായാലും അവൻ എപ്പോഴും ഇങ്ങനെ സീലിങ്ങിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മണിക്കൂറോളം വേണമെങ്കിൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ ആസ്വദിക്കാനുള്ളതും സമയം കളയാനുള്ളതൊക്കെ അവൻ ചുറ്റിൽ നിന്നും കാണുന്നുണ്ട്. There were many things to interest him. അവനെ ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ട്. The design on a shirt of a boy sitting next to him, or what he could see out of the window. വിൻഡോന് പുറത്ത്, ജനാലയുടെ പുറത്ത് എന്ത് കാണുകയാണെങ്കിലും അത് അവൻ ഒരുപാട് ഇൻട്രസ്റ്റ് ആക്കേണ്ട, അതിൻ്റെ ഒരുപാട് ആഴത്തിലേക്ക് അവൻ കടന്നു ചെല്ലുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു കുട്ടിയുടെ ഷർട്ടും എന്തെങ്കിലും കുറച്ച് ഡിസൈൻസ് കണ്ടാൽ അത് കുറേ നേരം നോക്കിയിരുന്നിട്ട് അങ്ങനെ സമയം കളയും. In the playground, Chibi would just close his eyes and listen to the wonderful sound that came from near and far. പ്ലേഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ചിബി എന്ത് ചെയ്യും? ഒരുപാട് കുട്ടികൾ ഇപ്പോൾ കളിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ചിബി അവിടെ ചെയ്യുന്നത് ദൂരെ നിന്നുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ഓരോരോ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, ഓരോരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് അവൻ ചെയ്യുക. അപ്പോൾ നോർമലി അവൻ ചെയ്യുന്നത് ഇത്രയാണ്. അവൻ്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് കളിക്കുന്ന കുട്ടികളുടെ ശബ്ദവും അതുപോലെ ദൂരെ നിന്നുള്ള ശബ്ദങ്ങളും അടുത്തുള്ള ശബ്ദങ്ങളൊക്കെ കേട്ടിരിക്കുക. ആൻഡ് ഹി വുഡ് ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട് ആൻഡ്
ഗ്രബ് ദാറ്റ് മോസ്റ്റ് ഓഫ് us വുഡൻറ്റ് ടച്ച് ഓർ ഈവൻ ലുക്ക് അറ്റ്. നമ്മൾ ചില ഇൻസെക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ചില പ്രാണികൾ, ചില പുഴുക്കൾ, ഗ്രബ്സ് എന്ന് പറഞ്ഞാൽ ചെറു പുഴുവിനൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കാണാനും ചിലപ്പോൾ നോക്കാൻ വരെ താല്പര്യം ഉണ്ടാവില്ല. ഈവൻ അതിനൊക്കെ കൈ പിടിച്ച് അതിനൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാനും അതിലേക്ക് അവൻ പ്രകൃതിയിലേക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സമയങ്ങൾ അവൻ ചിലവിട്ടിരുന്നത്. എവ്രി വൺ കോൾഡ് ഹിം സ്ലോ പോക്ക്. സ്ലോ പോക്ക് എന്ന് പറഞ്ഞാൽ മന്ദവേഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യം ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അവനെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്, ഒരു സ്ലോ പോക്ക് ആയിട്ടാണ് വിളിച്ചിരുന്നത്. ഈവൻ ദ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്സസ് ബട്ട് സ്ലോ പോക്ക് ഓർ നോട്ട്. അപ്പോൾ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ പോലും അവൻ അങ്ങനെ വിളിച്ചിരുന്നത്. ബട്ട് സ്ലോ പോക്ക് ഓർ നോട്ട് ചിബി കെയിം ട്രഡ്ജിങ് ടു സ്കൂൾ എവറി ഡേ. അവൻ എന്തോ ആകട്ടെ, ഇപ്പം എന്താ പറയുക, എല്ലാ കാര്യത്തിലും ഭയങ്കര സ്ലോ ആയിരിക്കാം അല്ലെങ്കിൽ മെല്ലെ മെല്ലെ ആയിരിക്കാം നടക്കുക, പക്ഷേ അവൻ എപ്പോഴും ട്രഡ്ജിങ് എന്ന് പറഞ്ഞാൽ കാൽനടയായി പോകുക. എന്നും വരുന്നത് സ്കൂളിലേക്ക് എങ്ങനെയാണ്, നടന്നുകൊണ്ടാണ് വരുന്നത്. അവനെ കൊണ്ടാക്കാനോ അല്ലെങ്കിൽ അവന് കൂട്ടുകൂടി വരാനോ ഒന്നും ആൾക്കാരില്ല. ഹി ഓൾവേസ് ബ്രോഡ് ദ സെയിം ലഞ്ച്, എ ബോൾ ഓഫ് റൈസ് wrapped in a radish leaf. എപ്പോഴും ഒരേ ലഞ്ച് തന്നെയാണ് ഉച്ചയ്ക്ക് കൊണ്ടുവരിക. കുറച്ച് ചോറ് ഒരിലയിൽ ഇങ്ങനെ wrap ചെയ്തുകൊണ്ട്. wrap ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പൊതിയ എന്നുള്ളൊരു മീനിങ് കേട്ടോ. ഈവൻ when it rained or stormed he still came ട്രഡ്ജിങ് അലോൺ. അപ്പോൾ ഇനിയിപ്പോൾ നല്ല മഴ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊടുങ്കാറ്റ്, വലിയൊരു കൊടുങ്കാറ്റ് ഉണ്ടായാലും അവൻ നടന്നുകൊണ്ട് തന്നെയാണ് വരിക. ഹി വുഡ് ദെൻ ബി wrapped in a raincoat made from zebra grass. സീബ്ര ഗ്രാസ് എന്നുള്ളൊരു റെയിൻകോട്ട് അതും പൊതിഞ്ഞിട്ടാണ് അവൻ എത്ര വലിയ മഴയാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും ഇങ്ങോട്ട് വരിക. 5 years went by and we were in the 6th grade. The last class in school, our new teacher, Mr. Isop, was a friendly man with a kind smile. അപ്പോൾ അങ്ങനെ 5 വർഷം കഴിഞ്ഞു, 6ാമത്തെ വർഷത്തിലെ 6th ഗ്രേഡിലാണ് ആയത്. അവിടെ ഒരു പുതിയ ടീച്ചർ വന്നു. മിസ്റ്റർ ഇസോബ് എന്നാണ് പേര്. എല്ലാവരോടും ഭയങ്കര സൗഹൃദത്തിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നല്ല ചിരിയോടുകൂടി നിൽക്കുന്ന ഒരു ടീച്ചറായിരുന്നു. ഇറ്റ് വാസ് മിസ്റ്റർ ഇസോപ്പ് ഹു ചേഞ്ച് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി. ചിബിയുടെ നേർക്ക് നമ്മൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു തോട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിരുന്ന ആ ഒരു ചിബിയെ, നമ്മുടെ ആ ഒരു ചിന്തകളെയൊക്കെ മാറ്റി മറിച്ചത് ആരാണ്, ഈ ഒരു ടീച്ചറാണ്. മിസ്റ്റർ ഇസോപ്പ് often took his class to the hilltop behind the school. അപ്പോൾ അവൻ്റെ ക്ലാസ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ് വരെ എന്ത് ചെയ്തു, ഹിൽ ടോപ്പിൻ്റെ ബിഹൈൻഡിലായിട്ട് ആ സ്കൂളിലെ ഓരോ ക്ലാസ്സുകളും ആ ഭാഗത്തേക്ക് വരെ ആക്കി മാറ്റിയിട്ടുണ്ട്. He was pleased to learn that Chibi knew all the places where the wild grapes and wild potato grew. അപ്പോൾ അതുവഴി ചിബിക്ക് പല കാര്യങ്ങളും അറിയാം എന്നുള്ളത് കുട്ടികളിലെ ഒരു കാഴ്ചപ്പാടുണ്ടാക്കി. കാരണം എന്താണ്, അവൻ കാടിൻ്റെ ആ ഭാഗത്തുനിന്ന് വരുന്ന കുട്ടിയാണ്, അവനായിരിക്കും ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ചുള്ള അറിവ്. അത് ബാക്കി കുട്ടികൾക്ക് ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം സാർ അങ്ങനെ അവിടെ ഒരു ക്ലാസ് ഉണ്ടാക്കിയത്. He was amazed to find how much Chibi knew about all the flowers in our class garden. അമായിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. കാരണം എന്താണ്, അവന് പല ഫ്ലവേഴ്സും നമ്മുടെ ക്ലാസ് ഗാർഡനിലുള്ള പല ഫ്ലവേഴ്സിൻ്റെ പേരുകളും കാര്യങ്ങളും അവന് നന്നായിട്ട് അറിയാമായിരുന്നു. ഹി ലൈക്ഡ് ചിബീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആൻഡ് ടാഗ്ഡ് ദം ഓൺ ദ വാൾ ഫോർ എവ്രി വൺ ടു സീ. അതുപോലെ ചിബി വരയ്ക്കുന്ന ഡ്രോയിങ്സ് ഒക്കെ ഇസോബിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ടാഗ്ഡ് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ച് ചേർക്കുക. ഈ ചുമരിൻ്റെ മുകളിലൊക്കെ അവൻ വരച്ച ചിത്രങ്ങളൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെ ഒട്ടിച്ച് ചേർക്കാൻ തുടങ്ങി. ഇസോബ് എന്ന് പറഞ്ഞ ഈ ഒരു സാറ് എല്ലാവരും അത് കാണാനായിട്ട് അവനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹി ആൾസോ ഹാഡ് നോ കംപ്ലൈൻസ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഒരു കംപ്ലൈൻസും ഉണ്ടായിരുന്നില്ല. കാര്യം അത് എഴുതുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും അതിനൊന്നും കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. ഓൺലി ചിബി കുഡ് റീഡ് ഇറ്റ്. അതാണ് അതിൽ പറഞ്ഞത്. ചിബിക്ക് മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും വായിക്കാനൊന്നും പറ്റില്ല. മിസ്റ്റർ ഇസോപ്പ് ടാഗ്ഡ് സം ഓഫ് വാട്ട് ചിബി റോട്ട് ഓൺ ദ ബോർഡ്. ഇനി എഴുതിയ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ചിബി ചിലപ്പോൾ സംടൈം വല്ല പോയംസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ടാഗ്ഡ്, അതും ഒട്ടിച്ചു വെച്ചു നമ്മുടെ ചുമരുമ. ആൻഡ് ഹി ഓഫൺ സ്പെൻഡ് ടൈം ടോക്കിംഗ് ടു ചിബി വെൻ നോ വൺ വാസ് അറൗണ്ട്. ആരും അടുത്തില്ലാത്ത അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് ചിബിയോട് സംസാരിക്കാൻ തുടങ്ങി. കാരണം എല്ലാവരും ഉണ്ടാകുമ്പോൾ ചിബിക്ക് സംസാരിക്കാൻ, തിരിച്ച് റിപ്ലൈ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. അതായിരിക്കും ആരുമില്ലാത്ത സമയം നോക്കി ഇങ്ങനെ സംസാരിക്കാനൊക്കെ നോക്കിയത്. When Chibi appeared on the stage at the talent show of that year, no one could believe his eyes. Who's that? What can that stupid do up there? What they were astonished when Mr. Isop announced that Chibi was going to imitate the cries of crows. Cries of crows. They had more surprise coming. അപ്പോൾ ചിബി അവിടെ സ്റ്റേജിൽ വന്ന ഒരു ടാലൻറ്റ് ഷോൻ്റെ അന്നൊരു ഷോ നടക്കുമ്പോൾ അവിടെ ചിബീനെ സ്റ്റേജിൽ കയറ്റി. ആരാണ്? ഇസോബാണ് കയറ്റിയത്. ഇസോബ് കയറ്റിയപ്പോൾ എല്ലാവരും പറഞ്ഞത്, അതാരത്,
എന്തിനാണ് ആ സ്റ്റുപ്പിഡ് ആ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അസ്റ്റൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അമ്പരന്ന് സർപ്രൈസ് ആയിട്ട് നോക്കുകയാണ്, എന്താ ഇവൻ ചെയ്യാൻ പോകണമെന്നൊക്കെ. അപ്പം മിസ്റ്റർ ഇസോപ്പ് പറഞ്ഞു, ഇവൻ ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാണ്, നമ്മുടെ കാക്കകളുടെ കരച്ചിലാണ് ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി അത്ഭുതമായി. അസ്റ്റൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അമ്പരക്കുക അല്ലെങ്കിൽ സർപ്രൈസ് ആവുക, അസ്റ്റൗണ്ടഡ് കേട്ടോ. ഇനി ചിബി അസെൻറ്റഡ് ദ സ്റ്റേജ്. ചിബി എന്ത് ചെയ്തു? സ്റ്റേജിലേക്ക് കയറി. ഫസ്റ്റ് ഹി എമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ച്ഡ് ക്രോ. അപ്പോൾ പുതിയതായിട്ട് അവിടെ മുട്ട വിരിഞ്ഞിരിക്കുന്ന ആ ഒരു ക്രോൻ്റെ ശബ്ദമാണ് ആദ്യം അവിടെ ഇമിറ്റേറ്റ് ചെയ്തത്. ദെൻ ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് മദർ ക്രോ ആൻഡ് ഫാദർ ക്രോ. അത് കഴിഞ്ഞിട്ട് ഒരു അമ്മയായിട്ടുള്ള ഒരു കാക്കയുടെ കരച്ചിൽ എങ്ങനെയായിരിക്കും, പിന്നെ ഒരു അച്ഛനായിട്ടുള്ള കാക്കയുടെ കരച്ചിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇമിറ്റേറ്റ് ചെയ്തു. ഹി ദെൻ വെന്റ് ഓൺ ടു ഷോ ഹൗ ക്രോസ് ക്രൈഡ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി രാവിലെ എങ്ങനെയാണ് കാക്കകൾ കരയുക എന്നുള്ളത് കാണിച്ചു. ഹി ആൽസോ ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ക്രോസ് വിച്ച് വർ ഹാപ്പി ഓർ സോഡ്. അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ സോറോ അല്ലെങ്കിൽ സാഡായിട്ട് വിഷമിച്ചിരിക്കുന്ന കാക്കകൾ എങ്ങനെയായിരിക്കും കരയുക, അങ്ങനെയുള്ള കാര്യങ്ങളും അവൻ അവിടെ ഇമിറ്റേറ്റ് ചെയ്തു. Everybody's mind was taken to the far mountain side from which Chibi came to the school. അങ്ങനെ എല്ലാവരുടെയും മൈൻഡ് എവിടെ നിന്നാണ് ചിബി വരുന്നത് സ്കൂളിലേക്ക് എന്നുള്ള സ്ഥലത്തേക്ക് മൈൻഡ് പോയി. ആ മൗണ്ടൻ സൈഡിലേക്കാണ് എല്ലാ ആൾക്കാരുടെയും മൈൻഡ് പോയത്. Now they could imagine exactly the far and lonely place where Chibi lived with his family. അപ്പോൾ ഏറ്റവും ഒരു ദൂരെയുള്ള ഒരു സ്ഥലത്ത് അവൻ ഒറ്റയ്ക്ക് അവൻ്റെ ഫാമിലി അവിടെ താമസിക്കുകയാണ്. അത് അവർ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. Then Mr. Aesop explained how Chibi had learned those calls, leaving his home for school at dawn and returning at sunset every day for 6 long years. 6 വർഷമായിട്ട് എങ്ങനെയാണ് ചിബി ഇത്രയും രാവിലെ അത്രയും പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പോന്ന് വൈകുന്നേരം ആ ഒരു സൺസെറ്റിന് ശേഷമാണ് അവൻ വീട്ടിലേക്ക് എത്തുന്നത്. ആ കാര്യങ്ങളൊക്കെ ഈസോപ്പ് എന്ന് പറഞ്ഞ അവൻ്റെ ആ ഒരു ടീച്ചർ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. എവ്രി വൺ ഓഫ് us cried. എല്ലാവരും കരഞ്ഞു. തിങ്കിങ് ഹൗ മച്ച് വി ഹാഡ് ബീൻ റോങ് ടു ചിബി ഓൾ ദോസ് ലോങ് ഇയേഴ്സ്. അത്രയും വർഷങ്ങൾ ഞങ്ങൾ എത്ര റോങ് ആയിട്ടാണ് അവൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തതെന്ന് ആലോചിച്ച് അവർക്കൊക്കെ കരച്ചിൽ വന്നു. ഈവൻ ഗ്രൗണ്ട് അപ്സ് വൈപ്പ് ദെയർ ഐസ് സെയിങ് യെസ് യെസ് ഹീസ് വണ്ടർഫുൾ. അപ്പോൾ എല്ലാവരും ഗ്രൗണ്ട് അപ്സ്, അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, സ്വന്തം ആ ഒരു കണ്ണുനീര് തുടച്ചു മാറ്റിക്കൊണ്ടാണ് അവർ പറയുന്നത് അവൻ വണ്ടർഫുൾ ആണ് എന്ന് എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞു. Chibi was the only one in our class honored for perfect attendance through all the 6 years. ചിബി ആയിരുന്നു ആകെ ഒരാൾ 6 വർഷത്തിൽ ഒരു ദിവസം പോലും ആൾക്ക് അറ്റൻഡൻസ് ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. കാരണം ആൾ എന്നും വന്നിരുന്നു. അതുകൊണ്ട് അവൻ എല്ലാവരും ആദരിക്കുകയാണ് ചെയ്തത്. ഹോണർ എന്ന് പറയുമ്പോൾ ആദരിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ, അത് ഇത്രയും രാവിലെ അവിടെ നിന്ന് പോന്ന് സൺസെറ്റിന് ശേഷമാണ് അവനവിടെ വീട്ടിലെത്തുന്നത്. അത്രയും മൗണ്ടൈൻ സൈഡിലൊക്കെ നടന്ന് വന്ന് എല്ലാ ദിവസവും ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടിക്ക്, അതും ഒറ്റപ്പെട്ടിരിക്കുന്ന കുട്ടിക്ക് ഒരു ലീവ് പോലും ഇല്ല. അപ്പോൾ അതിനവനെ ആദരിച്ചു. ചിബി സ്റ്റിൽ കെയിം ടു ദ വില്ലേജ് ടു സെൽ ദ ചാർക്കോൾ ഹി ആൻഡ് ഹിസ് ഫാമിലി മെയ്ഡ്. അവനും അവൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചാർക്കോൾ വിൽക്കാനായിട്ട് അവൻ വില്ലേജിലേക്ക് വരാറുണ്ട്. ബട്ട് നോബഡി കോൾഡ് ഹിം ചിബി എനി മോർ. വി ഓൾ കോൾഡ് ഹിം ക്രൗ ബോയ്. അപ്പം ഒരാളും പിന്നെ ചിബിന്ന് അവനെ കളിയാക്കി വിളിച്ചതാ. എന്തുകൊണ്ടാണ്? അവൻ്റെ ആ ഒരു ആരോടും മിണ്ടുന്നില്ല, അവന് ഹൈറ്റ് ഇല്ല, അതുപോലെ തന്നെ അവനൊരു ഡാർക്ക് ഷെയ്ഡിൽ ഉണ്ടായതുകൊണ്ട് എല്ലാവരും വിളിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അവൻ്റെ പേരെന്തായി? ക്രോ ബോയ് എന്നായി. ഹീ ക്രോ ബോയ്. We still heard his imitations of a happy crow as he returned home along the mountain road. അപ്പോൾ പിന്നെ അവനെ വിളിച്ചിരുന്ന പേരെന്താണ്? ക്രോ ബോയ് എന്നാണ്. വി സ്റ്റിൽ ഹിയർഡ് ദ ഇമിറ്റേഷൻസ്. അവൻ്റെ ഇമിറ്റേഷൻസ് പിന്നെയും ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഓഫ് എ ഹാപ്പി ക്രോ. പിന്നെ എന്താണ്? സന്തോഷമായിട്ടുള്ള ഒരു കാക്ക എങ്ങനെയാണ് കരഞ്ഞിരുന്നത്, ആ സൗണ്ടൊക്കെ അവൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു പിന്നീട് അങ്ങോട്ട് കേട്ടിരുന്നത്. ആസ് ഹി റിട്ടേൺ ഹോം അലോങ് ദ മൗണ്ടൈൻ റോഡ്. ആ ഒരു മൗണ്ടൈൻ റോഡിലൂടെ അവൻ തിരിച്ചു പോകുമ്പോൾ. ഇത് അഡാപ്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരാളെ നമ്മളൊരു രൂപം കൊണ്ടോ അല്ലെങ്കിൽ ആൾ മിണ്ടാതിരിക്കണോണ്ടോ ഒന്നും നമ്മൾ വിലയിരുത്താൻ പാടില്ല. ആൾക്ക് ഒരുപാട് ഇൻക്രെഡിബിൾ എന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു. നമുക്ക് അവിശ്വസനീയമായിട്ട് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയ്ക്കും കഴിവുകൾ ആ കുട്ടിയിൽ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു ചിബിയിൽ ഉണ്ടായിരുന്ന ആ ഒരു എഫക്റ്റ് പോലെ, അതുപോലെ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും നമുക്കറിയില്ല. അപ്പോൾ ഒരാളെ നമ്മൾ മാറ്റി നിർത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവരെ നമ്മൾ കളിയാക്കുന്നതിന് മുമ്പൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മളതിനെ പറയും. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെ അവനെ ഹെൽപ്പ് ചെയ്ത ആരാണ്? ഒരു ടീച്ചറാണ്. ടീച്ചറിൻ്റെ നെയിം എന്തായിരുന്നു? ഈസോപ്പ് എന്നായിരുന്നു. അപ്പോൾ ഇതോട് കൂടിയിട്ട് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദ സെല്ലർ? അപ്പോൾ
എന്തുകൊണ്ടാണ് ചിബി അവിടെ പോയിട്ട് ഒളിച്ചിരുന്നതെന്ന് ചോദിക്കുന്നത്. ചിബി ഹൈഡ്സ് ഇൻ ദ സെല്ലർ ബിക്കോസ് ഹി ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് അലോൺ. അവൻ ഒറ്റപ്പെട്ട പോലെ തോന്നി, അതുപോലെ തന്നെ അവൻ എല്ലാവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് തോന്നി. ആൾസോ ഹി ഈസ് അഫ്രൈഡ് ടു ഫേസ് ഹിസ് ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്. ഫ്രണ്ട്സിനെ ആയാലും അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിനായാലും, ഈ ക്ലാസ്മേറ്റ്സിനെയാണ് ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കേട്ടോ, അതുപോലെ ടീച്ചേഴ്സിനെ ആയാലും ഫേസ് ചെയ്യാൻ അവന് പേടി. എഫ്രൈഡ് എന്ന് വെച്ചാൽ എന്താ, എഫ്രൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പേടിയായി. വാട്ട് ഡസ് ദ നിക് നെയിം ചിബി മീൻ? എന്താണ് ഈ ചിബി എന്നുള്ള നെയിമിൻ്റെ മീനിങ്? ചിബി മീൻസ് ടൈനി ബോയ് എന്നാണ്. അതൊരു ജപ്പാനീസ് ടേമാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ, വൈ വാസ് ചിബി ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം? എന്തുകൊണ്ടാണ് സ്റ്റഡി ടൈമിൽ അവൻ ഒറ്റയ്ക്കായി പോയത്? ബിക്കോസ് ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. കാരണം എന്താണ്, ബാക്കി കുട്ടികളായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാക്കാനായിട്ട് അവന് പേടിയായിരുന്നു, അതുകൊണ്ട്. ഹൗ ഡിഡ് ചിബി അമ്യൂസ് ഹിംസെൽഫ് ഡ്യൂറിങ് ക്ലാസ് ഹവേഴ്സ്? ഈ ക്ലാസ് ടൈമിലൊക്കെ ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല, പിന്നെ എങ്ങനെയാണ് അവൻ ഇത്ര സന്തോഷിച്ചിരുന്നത്? ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം ഓർ ലൈ ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ ഹവേഴ്സ്. സീലിംഗിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കുന്നു പറഞ്ഞു കുറേ നേരം. അതുപോലെ തന്നെ ഡെസ്കിൻ്റെ ടോപ്പിൽ ഇങ്ങനെ കിടക്കും കുറേ നേരം നോക്കിയിരുന്നിട്ട്. ഇങ്ങനെ സ്റ്റെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തുറച്ചു നോക്കുക, അങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കും. അങ്ങനെയാണ് അവൻ്റെ സമയം ചിലവഴിച്ചിരുന്നത്. വൈ ഡിഡ് എവരി വൺ കോൾ ചിബി സ്ലോ പോക്ക്? എന്തുകൊണ്ടാണ് എല്ലാവരും ചിബിയെ സ്ലോ പോക്ക് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിനും ഭയങ്കര സ്ലോ അല്ലെങ്കിൽ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി എന്ന് വിളിച്ചിരുന്നത്? ബിക്കോസ് ഹി വാസ് വെരി സ്ലോ ഇൻ എവറിത്തിങ്. എല്ലാ കാര്യത്തിലും അവൻ എല്ലാത്തിലും സ്ലോ ആയിരുന്നു. എല്ലാത്തിലും സ്ലോ ആയതുകൊണ്ട് എല്ലാവരും അവന് കൊടുത്തൊരു പേരാണ് സ്ലോ പോക്ക് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ചേഞ്ച്ഡ് ദ വേ വി ലുക്ക് ദറ്റ് ചിബി? ചിബിനെ നമ്മൾ കണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അവനെ മാറ്റിയത് ആരാണ്? It was their new teacher, Mr. Aesop, who changed the way everyone looked at Chibi. അത് അവിടുത്തെ പുതിയ ടീച്ചറായിരുന്നു, മിസ്റ്റർ ഇസോബ് എന്നാണ് പേര്. അദ്ദേഹമാണ് അവരെ നോക്കിക്കണ്ടിരുന്ന ആ രീതികൾ മാറ്റിയിരുന്നത്. ഹൗ ഡിഡ് മിസ്റ്റർ ഇസോബ് എൻകറേജ് ചിബി? എങ്ങനെയാണ് ഇസോബിന് ഒരു പ്രചോദനം നൽകിയത് ഓരോ കാര്യങ്ങളും ചെയ്യാനും? അവനിപ്പോൾ ആ ഒരു ടാലൻറ്റ് ഷോയ്ക്ക് സ്റ്റേജും കൂടി നിർത്തി, അതിന് എങ്ങനെയാണ് അവനൊരു എൻകറേജ്മെൻറ്റ് കിട്ടിയത്? ഹി ബിഗൻ ടു സ്പെൻഡ് ടൈം വിത്ത് ചിബി ആൻഡ് ടോക്ക് വിത്ത് ഹിം. അവൻ്റെ ഒപ്പം സമയം ചെലവിടാൻ തുടങ്ങി, അവനോട് സംസാരിക്കാൻ തുടങ്ങി. ആൽസോ ഹി നെവർ കംപ്ലൈൻഡ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. അതുപോലെ തന്നെ ചിബിയുടെ ആ ഒരു ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു വട്ടം പോലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. ഹി ഈവൻ ഡിസ്പ്ലേഡ് ചിബീസ് ഡ്രോയിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ദെയർ ക്ലാസ്. അവൻ എന്താ ചെയ്തതിന് പകരം അവൻ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ, അവൻ എഴുതിയിരിക്കുന്ന എഴുത്തുകളൊക്കെ ചുമരും ഒട്ടിച്ചാൻ തുടങ്ങി. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് മിസ്റ്റർ ഇസോബ് ഹെൽപ്പ് ചിബി ഫീൽ ബെറ്റർ അബൌട്ട് ഹിംസെൽഫ്? ചിബിക്ക് അവന് തന്നെ അവനെ പറ്റി കുറച്ചുകൂടി നല്ല രീതിയിൽ തോന്നാൻ തുടങ്ങി. ഓക്കെ, അവനൊരു ഫീൽ ബെറ്റർ, ഞാൻ ഒന്നുകൂടി പുരോഗമിക്കുന്നുണ്ടെന്നൊക്കെ തോന്നാൻ തുടങ്ങി. അതിനുള്ള കാരണം അല്ലെങ്കിൽ എന്താണ് അതിന് ഇസോബ് ഹെൽപ്പ് ചെയ്തത്? ഹി ഓൾവേസ് എൻകറേജ്ഡ് ചിബി. ചിബീനെ എപ്പോഴും ഇങ്ങനെ പ്രചോദനം നൽകി, അല്ലെങ്കിൽ എന്താ പറയുക, അവനിങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു, ആത്മവിശ്വാസം കൊടുക്കുക. ആൻഡ് ഈവൻ ഗീവ് ഹിം എ ചാൻസ് ടു പെർഫോം ഇൻ ദ ടാലൻറ്റ് ഷോ. ടാലൻറ്റ് ഷോയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസും അവന് കൊടുത്തു. നെക്സ്റ്റ് വൺ, വാട്ട് പെർഫോമൻസ് ഡിഡ് ചിബി ഗിവ് അറ്റ് ദ ടാലൻറ്റ് ഷോ? എന്ത് പെർഫോമൻസ് ആണ് ചിബി ആ ടാലൻറ്റ് ഷോയിൽ ചെയ്തത്? ഹി ഇമിറ്റേറ്റഡ് ദ സൗണ്ട്സ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ക്രൂ. അപ്പോൾ ക്രോസിൻ്റെ പല വെറൈറ്റി ഓഫ് സൗണ്ട്സ് ആണ് അവിടെ ഇമിറ്റേറ്റ് ചെയ്തത്. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ചിബി ലേൺ ദ ക്രൈസ് ഓഫ് ദിസ് ക്രോസ്? എങ്ങനെയാണ് ഈ പല വെറൈറ്റി ഓഫ് ക്രോസിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞ് എങ്ങനെയാണ് അവൻ അതൊക്കെ പഠിച്ചത്? ഹി ഒബ്സർവ്ഡ് ഇറ്റ് ഡ്യൂറിങ് ഹിസ് ലോങ് വാക്ക് ടു ദ സ്കൂൾ ഫോർ ദ പാസ്റ്റ് 6 years. 6 വർഷമായി സ്കൂളിലേക്ക് നടന്നു വരുന്നതിൽ അവൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ്, അവൻ നിരീക്ഷിച്ച കാര്യങ്ങളാണത്. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ദ അതർ ചിൽഡ്രൻ റിയാക്ട് ടു ചിബീസ് പെർഫോമൻസ്? ചിബിയുടെ ആ ഒരു പെർഫോമൻസിനോട് ബാക്കി കുട്ടികളുടെ പ്രതികരണം എന്തായിരുന്നു? അതർ ചിൽഡ്രൻ റിയലൈസ്ഡ് ദെയർ മിസ്റ്റേക്ക് ആൻഡ് സ്റ്റാർട്ടഡ് ടു അപ്രിഷിയേറ്റ് ചിബി ആൻഡ് ഹിസ് ടാലൻറ്റ്. ബാക്കി എല്ലാ കുട്ടികൾക്കും റിയലൈസ് ചെയ്തവർക്ക് മനസ്സിലായി അവരുടെ തെറ്റുകൾ എന്താണെന്ന്. എന്നിട്ട് അവനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അവൻ്റെ കഴിവിനെയും അവരെന്ത് ചെയ്തു? അപ്രിഷിയേറ്റ് ചെയ്തു, അംഗീകരിച്ചു. അതുപോലെ അവനോട് എന്ത് പറഞ്ഞു? നമ്മളൊരാളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന പോലെ അവനെ അപ്രിഷിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ, വാട്ട് ന്യൂ നെയിം ഡിഡ് ചിബി ഗെറ്റ് ആഫ്റ്റർ ദ ടാലൻറ്റ് ഷോ? വൈ? എന്ത് പുതിയ പേരാണ് ടാലൻറ്റ് ഷോ കഴിഞ്ഞ് ചിബിക്ക് കിട്ടിയത്? എന്തുകൊണ്ട്? ഹി ഗോട്ട് ദ നെയിം ക്രോ ബോയ് ആഫ്റ്റർ ദ ഷോ. ഷോ കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയ പേര് ക്രോ ബോയ് എന്നാണ്. ബിക്കോസ് ഹി പെർഫോംഡ് ദ സൗണ്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ക്രോ. കാരണം അവൻ പെർഫോം ചെയ്തത് എന്താണ്? ക്രോൻ്റെ പല വെറൈറ്റി ഓഫ് സൗണ്ട്സ് ആണ്, അതുകൊണ്ട് ക്രോ ബോയ് എന്ന് വിളിച്ചു. ക്രോ ബോയ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആദ്യം ചിബി എന്ന് വിളിച്ചിരുന്നു, പിന്നെ അവനെ വിളിച്ചത് സ്ലോ പോക്ക് എന്നൊക്കെ വിളിച്ചിരുന്നു, പിന്നെ അവൻ ക്രോ ബോയ് ആയിട്ട് മാറി. അതിനുള്ള റീസണും പറഞ്ഞു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ആക്ടിവിറ്റീസ് നോക്കുകയാണ് കേട്ടോ.
ഫസ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ് us ഡെവലപ്പ് എ സ്റ്റോറി മാപ്പ് അബൌട്ട് ചിബി അറ്റ് സ്കൂൾ. ഒരു സ്റ്റോറി മാപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് വേ ടു ഫൈൻഡ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സ്റ്റോറി, ലൈക്ക് വോർ ഇറ്റ് ഹാപ്പൻ, ഹൂ ആർ ഇൻ ഇറ്റ് ആൻഡ് വോട്ട് ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി മാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സ്റ്റോറിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നു. എക്സാമ്പിൾ എന്താ, എവിടെ വെച്ചുണ്ടായി, ആരൊക്കെ ഉണ്ടായി, എന്തൊക്കെ ഇവൻറ്റ്സ് ആണ്, എന്തൊക്കെ ആക്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാം. ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ക്രോ ബോയ് എന്നാണ്. ഓദർ അതിൻ്റെ പേര് എഴുതി. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ അവിടെ എഴുതാം. നമുക്കറിയാം ചിബി, സോബ്, സ്റ്റുഡൻറ്റ്, ടീച്ചർ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എഴുതാം. സെറ്റിങ്സ് എവിടെ വെച്ചാൽ നടക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ വേർ ആൻഡ് വെൻ ദ സ്റ്റോറി ടേക്ക് പ്ലേസ്, എവിടെ വെച്ചാൽ ഒരു വില്ലേജ് സ്കൂളിൽ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ മോർണിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിഗിനിങ് എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്? ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ചിബി ഹൈഡ് ബിക്കോസ് ഹി ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് അലോൺ. ഹി സ്മോൾ ആൻഡ് ക്വൈറ്റ് ആൻഡ് അതർ കിഡ്സ് കോൾ ഹിം ചിബി ആൻഡ് ലീവ് ഹിം ഔട്ട്. അപ്പോൾ നമ്മളിത് കുറേ കാര്യങ്ങൾ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നിരിക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് കൊടുത്തു. നമ്മൾ ചാപ്റ്ററിൽ വായിച്ച കാര്യം തന്നെ. ചിബി എന്ത് ചെയ്തു? ആദ്യത്തെ ദിവസം തന്നെ പോയി അവിടെ ഒളിച്ചിരുന്നു. കാരണം അവൻ ഒറ്റയ്ക്കായെന്ന് തോന്നി, എല്ലാവരിൽ നിന്നും താൻ വ്യത്യസ്തമാണെന്ന് തോന്നി. പിന്നെ അവൻ ഭയങ്കര സ്മോളാണ്, ആരോടും മിണ്ടൊന്നുമില്ല. അങ്ങനെ അവനൊരു പേര് വീണു, ചിബി. മിഡിൽ, ഇനി ആ ഒരു ഉള്ളടക്കം, ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാം. നമ്മളിപ്പോൾ ഒരു ആദ്യത്തെ ഭാഗം കണ്ടു, ഇനി ആ ഉള്ളിൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് അത് എഴുതുക. എ നീറ്റ് ടീച്ചർ നെയിംഡ് ഇസോബ് കെയിം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇസോബ് എന്ന് പറഞ്ഞ പുതിയ ടീച്ചർ വന്നു. ആൻഡ് ഹി എൻകറേജ്ഡ് ചിബിനെ ഒരുപാട് പ്രചോദനം കൊടുത്തു. ഹി സപ്പോർട്ടഡ് ഹിം ആൻഡ് ചേഞ്ച് അതർ സ്റ്റുഡൻസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ചിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കി കുട്ടികൾക്കൊക്കെ ചിബിയോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ബിഹേവിംഗ് ഒക്കെ മാറ്റി നല്ലൊരു ബിഹേവിംഗ് ആയിട്ട് കൊണ്ടുവന്നു. എൻഡിങ്, അവസാനിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ സ്റ്റോറി ഉണ്ടായിരുന്നത്? ചിബീസ് പെർഫോമൻസ് ഡ്യൂറിങ് ടാലൻറ്റ് ഷോ മെയ്ഡ് എവറി വൺ റിയലൈസ് ദെയർ മിസ്റ്റേക്ക് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു അപ്രീഷിയേറ്റ് ഹിം. ചിബിയുടെ പെർഫോമൻസ് ആ ഒരു ഷോയിലുണ്ടായത്, ടാലൻറ്റ് ഷോയിലുണ്ടായിരുന്നത് എല്ലാവർക്കും മനസ്സിലായി അവരുടെ തെറ്റെന്താണെന്ന്. അവരവൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ്, വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ us about treating others who are different from us? നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണും, അവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ഈ സ്റ്റോറി പറഞ്ഞത്. എങ്ങനെ നമ്മൾ നോക്കിക്കാണണം എന്ന് പറഞ്ഞേ. ദിസ് സ്റ്റോറി ഡിപ്പിക്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീറ്റിംഗ് എവ്രി വൺ ഈക്വലി. ഈ ലോകത്തെ എല്ലാവരെയും നമ്മൾ എന്ത് വേണം? ഒരുപോലെ കാണണം. എസ്പെഷ്യലി തോസ് ഹു ആർ ഡിഫറെൻറ്റ്. എസ്പെഷ്യലി ആൾക്കാർക്ക് എന്തെങ്കിലും വ്യത്യസ്തത തോന്നുക വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് കൂട്ടണം. ചിലപ്പോൾ വയ്യാത്ത കുട്ടികളുണ്ടായിരിക്കാം, ചിലപ്പോൾ സംസാരത്തിന് അധികം ഫ്ലുവൻ്റ് അല്ലാത്ത കുട്ടികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിറത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവയവങ്ങൾക്ക് വ്യത്യാസങ്ങളുള്ള കുട്ടികളുണ്ടായിരിക്കാം. അവരൊന്നും വേർതിരിച്ച് കണ്ട് കളിയാക്കി നിൽക്കല്ല നിങ്ങൾ വേണ്ടത്, കൂടെ നിർത്തുകയാണ് വേണ്ടത്. Excluding some people due to several reasons is really pathetic and we must change our attitude towards others like Chibi. അവരെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ വെച്ചാൽ എന്താ, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ മാറ്റി നിർത്താണ് പല റീസൺ കൊണ്ട്. അത് ഭയങ്കര എന്താണ്, പാത്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ദയനീയമായ. സോ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് വേണം? നമ്മൾ മാറ്റണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഇസ് എ താങ്ക് യു നോട്ട് പ്രിപ്പയർഡ് ബൈ ചിബി ഫോർ ഹിസ് ടീച്ചർ ഇസോബ്. അപ്പോൾ ഇസോബിനുള്ള ഒരു താങ്ക് യു ലെറ്റർ ആണ്. കാരണം അവന് ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് ഇത്രയും കുട്ടികളെ പല കാര്യങ്ങളും അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി റിയലൈസ് ചെയ്ത ഒരാളല്ലേ. അപ്പോൾ ആൾ എന്തായാലും താങ്ക് യു പറയും. അപ്പോൾ അതിനൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. താങ്ക് യു ഡിയർ ടീച്ചർ, താങ്ക് യു ഫോർ ബീയിങ് എ വണ്ടർഫുൾ ടീച്ചർ ടു മീ. You helped me when I was scared and lonely. I am so thankful for your kindness and support. ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ, ഞാൻ പേടിച്ചിരുന്നപ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നിങ്ങളൊരു വണ്ടർഫുൾ ടീച്ചറാണ്. നിങ്ങൾ ഭയങ്കര കരുണയുള്ള ആളാണ്. ഭയങ്കരമായിട്ട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ലവ് ചിബി എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എ താങ്ക് യു നോട്ട് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഹെൽപ്പിംഗ് അപ്പ് വിത്ത് യുവർ ഇംഗ്ലീഷ് ലെസൺ. നിങ്ങളുടെ ഒരു ഫ്രണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനും വായിക്കാനൊക്കെ അറിയില്ല എന്നങ്ങോട്ട് വിചാരിക്കുക. നിങ്ങൾ അവർ ഹെൽപ്പ് ചെയ്തു, അപ്പോൾ അവർക്കൊരു താങ്ക് യു നോട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടൻറ്റ് മാത്രം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഡിയർ ഫ്രണ്ട്സിൻ്റെ പേര് എഴുതുക, കോമ. താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് വിത്ത് മൈ ഇംഗ്ലീഷ് ലെസൺ. ഇംഗ്ലീഷ് ലെസണിലെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദി. യു എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് ക്ലിയർലി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, വിശദീകരിച്ചു തന്നു. ആൻഡ് മെയ്ഡ് ലേണിംഗ് ഫൺ. ആ ഒരു പഠനം എന്ന് പറയുന്നത് ഒരു ഫണ്ണാക്കി മാറ്റി, ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റി. ഐ ഫീൽ മോർ കോൺഫിഡൻ്റ് ആവും. എനിക്കിപ്പോൾ ഒരുപാട് ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. ബിക്കോസ് ഓഫ് യുവർ സപ്പോർട്ട്. നിൻ്റെ സപ്പോർട്ട് കാരണം. ഐ എം റിയലി ലക്കി ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് യു. നിന്നെ പോലുള്ള ഒരു ഫ്രണ്ട് കിട്ടുന്നതിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ്. വിത്ത് ലവ്, നിങ്ങളുടെ പേര് എഴുതുക. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ, റൈറ്റ് എ താങ്ക് യു നോട്ട് ടു എ ട്രെയിനർ ഓർ കോച്ച് ഹു ഹെൽപ്ഡ് യു ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എൻ ആർട്ട് ഫെസ്റ്റിവൽ ഓർ സ്പോർട്സ് ഇവൻറ്റ്. എന്തെങ്കിലും സ്പോർട്സിലോ ആർട്സിലോ എന്തെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്തൊരു ട്രെയിനറോ ഒരു കോച്ചോ ഉണ്ട്, അവരോട് നന്ദി പറഞ്ഞുകൊണ്ട്
എന്ത് വേണം, ഒരു താങ്ക്സ് ലെറ്റർ എഴുതാം. അപ്പോൾ ഡിയർ ട്രെയിനി അല്ലെങ്കിൽ കോച്ചിൻ്റെ പേര് എഴുതാം. താങ്ക് യു ഫോർ ഗൈഡിങ് ആൻഡ് എൻകറേജിങ് മീ ടു ടേക്ക് പാർട്ട് ഇൻ ദ ആർട്ട് ഫെസ്റ്റിവലിൻ്റെ പേരുണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ സ്പോർട്സ് ആണെന്ന് വെച്ചാൽ അത് എഴുതുക. അപ്പോൾ എന്നെ എങ്ങനെ ഗൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ കാര്യങ്ങളും പറഞ്ഞെന്ന്, ഓരോ വഴിയും പറഞ്ഞെന്ന് നമ്മളെ നയിക്കുക, അതുപോലെ നമ്മളെ എൻകറേജ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് നന്ദി. യുവർ ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ഹെൽപ്ഡ് മീ പെർഫോം വിത്ത് കോൺഫിഡൻസ്. നിങ്ങളുടെ ട്രെയിനിങ്ങും സപ്പോർട്ടും എന്നെ ഒരുപാട് സഹായിച്ചു. എന്താണ്, കോൺഫിഡൻസോട് കൂടിയിട്ട് പെർഫോം ചെയ്യുക, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ ഹാവ് ലേൺഡ് സോ മച്ച് ആൻഡ് എൻജോയ്ഡ് എവറി മൊമെൻറ്റ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, അതുപോലെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഓരോരോ മൊമെൻറ്റും. ഐ ട്രൂലി അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് കെയർ. ഞാൻ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക്, നിങ്ങൾ എനിക്ക് വേണ്ടി ചിലവഴിച്ച ആ ഒരു ഹാർഡ് വർക്കും നിങ്ങളുടെ ആ ഒരു കെയറിങ്ങും ഐ ട്രൂലി അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സിൻസിയർലി നിങ്ങളുടെ പേര് എഴുതുക. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അഭിനന്ദിക്കുകയാണ് എന്ന് പറയാം. എന്നിട്ട് അത് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണ്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. താങ്ക്